പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നിവിടെ എടുക്കുന്ന ടോപ്പിക്ക് KTU BTech ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് മൊഡ്യൂൾ വെക്റ്റർ ഇൻ്റഗ്രൽ തിയറം. ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്ന ടോപ്പിക് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, ഗ്രീൻസ് തിയറം ഫോർ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ വിത്തൗട്ട് പ്രൂഫ്. ദറ്റ് ഈസ് പ്രൂഫ് നിങ്ങളെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫസ്റ്റ് ടോപ്പിക്ക് ഗ്രീൻസ് തിയറം. അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ടു ഇവാലുവേറ്റിംഗ് ലൈൻ ഇൻ്റഗ്രൽ ആൻഡ് ഫൈൻഡിങ് ഏരിയ. ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനും അതേപോലെ ഏരിയ കണ്ടുപിടിക്കാനും ഈ രണ്ട് ടോപ്പിക്കാണ് അഡീഷണലി ഗ്രീൻസ് തിയറം എന്ന ടോപ്പിക്കിൽ വരുന്നത്. ഗ്രീൻസ് തിയറം അതിൻ്റെ രണ്ട് അപ്ലിക്കേഷനും. സെക്കൻഡ് ടോപ്പിക്ക് സർഫസ് ഇൻ്റഗ്രൽ. ദറ്റ് ഈസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദി ഫോം z ഈക്വൽ ടു g of xy, y ഈക്വൽ ടു g of xz or x ഈക്വൽ ടു g of yz. അതിലുള്ള ഒരു ടോപ്പിക്കാണ് ഫ്ലക്സ് ഇൻ്റഗ്രൽ ഓവർ സർഫസ് ഓഫ് ദി ഫോം z ഈക്വൽ ടു g of xy, y ഈക്വൽ ടു g of xz or x ഈക്വൽ ടു g of yz. ഇപ്പോൾ സർഫസ് ഇൻ്റഗ്രലും അതുപോലെ തന്നെ ഫ്ലക്സ് ഇൻ്റഗ്രലും. ഓക്കെ. തേർഡ് ടോപ്പിക്ക് ഡൈവേർജൻസ് തിയറം വിത്തൗട്ട് പ്രൂഫ്. നെക്സ്റ്റ്, ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ടു ഫൈൻഡിങ് ഫ്ലക്സ് ഇൻ്റഗ്രൽ. ലാസ്റ്റ് ടോപ്പിക്ക് സ്റ്റോക്സ് തിയറം വിത്തൗട്ട് പ്രൂഫ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ടു ഫൈൻഡിങ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി വെക്റ്റർ ഫീൽഡ് ആൻഡ് വർക്ക്. ഈ 4 ടോപ്പിക്കാണ് നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗ്രീൻസ് തിയറം, അതിൻ്റെ രണ്ട് അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ സർഫസ് ഇൻ്റഗ്രൽ, ഡൈവേർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം. ഓക്കെ. ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ദാറ്റ് ഈസ് ഗ്രീൻസ് തിയറാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഗ്രീൻസ് തിയറം. ലെറ്റ് ക്യാപിറ്റൽ R be a simply connected plane region whose boundary is simple closed piecewise smooth curve capital C oriented clockwise direction. If f of xy and g of xy are continuous and have continuous derivative on some open set containing R, then line integral, that is integral over C f of xy dx plus g of xy dy, that equal to double integral over R dou g by dou x minus dou f divided by dou y into dn. അഥവാ ഗ്രീൻസ് തിയറം പറയുന്നത് RBA ക്യാപിറ്റൽ R ഒരു സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ ആണ്. അതിൻ്റെ ബൗണ്ടറി സിംപ്ലി ക്ലോസ്ഡ് പീസ് വൈസ് സ്മൂത്ത് കർവ് C, ഓറിയൻറ്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുപോലെ തന്നെ എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് അതും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഇത് തന്നെയായിരിക്കും നമ്മൾ സാധാരണ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ഇൻ്റഗ്രൽ, അതുപോലെ തന്നെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എൻ. ഓക്കെ. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൂടുതലായി മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, യൂസിങ് ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എലോങ് ദി ട്രയാങ്കുലർ പാത്ത് ഷോൺ ബിലോ. ഓക്കെ. തന്നിട്ടുള്ള സി അഥവാ നമ്മുടെ റീജിയൻ ഇതായിരുന്നു. ദറ്റ് ഈസ് ഇവിടെ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ആർ പറഞ്ഞത് ഈ റീജിയനാണ്. ഇതാണ് റീജിയൻ. അതിനെ ബോണ്ട് ചെയ്ത് കിടക്കുന്ന കർവാണ് സി. ദറ്റ് ഈസ് സി പറഞ്ഞു കഴിഞ്ഞാൽ C1, C2, C3. ദറ്റ് ഈസ് സി എന്നുള്ളത് C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ്, ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്.
പീസ് ബൗണ്ടറി നോക്കിക്കഴിഞ്ഞാൽ പീസ് വൈസ് സ്മൂത്താണ്. ഓക്കെ, ഇത് ഇവിടം വരെ സ്മൂത്ത്, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ഈ ബൗണ്ടറി പീസ് വൈസ് സ്മൂത്ത് ആണ്. അപ്പോൾ ഗ്രീൻസ് തിയറത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻസ് തിയറം ഉപയോഗിക്കാം. ഗ്രീൻസ് തിയറം പറയുന്നത് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് ഈക്വൽ ആയിരിക്കും ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈയും ജീനെ വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്തിട്ട് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷനെ ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം തന്നിട്ടുള്ള റീജിയണിൽ. ഓക്കെ, ഇവിടെ എഫ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ S1 ഞാൻ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി എക്സിൻ്റെ കൂടെയുള്ള ഫംഗ്ഷനാണ് എഫ്, ഡി വൈയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ് ജി. ദെർഫോർ എഫ് ഈക്വൽ ടു ഡി എക്സിൻ്റെ കൂടെയുള്ള ഫംഗ്ഷനാണ് എഫ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ വൈ. ജി ഈക്വൽ ടു ഡി വൈയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ് എക്സ്, ദാറ്റ് ഈസ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്. ഡി എക്സിൻ്റെ കൂടെയുള്ള ഫംഗ്ഷനാണ് എഫ്, ഡി വൈയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ് ജി, ദാറ്റ് ഈസ് ജി ഈക്വൽ ടു എക്സ്. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജീനെ വിത്ത് റെസ്പെക്ട് ടു എക്സും എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈയും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഡോ ജി ബൈ ഡോ എക്സ് ദാറ്റ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ദാറ്റ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ. ദെർഫോർ ബൈ യൂസിങ് ഗ്രീൻസ് തിയറം integral over c x square y dx plus x dy that is equal to double integral over r dou g by dou x minus dou f divided by dou y that's equal to 1 minus x square into dA എന്നുള്ളത് dx dy. ഓക്കെ, അല്ലെങ്കിൽ dy dx. ഇനി നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. അത് ഈ റീജിയനിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ എക്സിൻ്റെ ലിമിറ്റ്, എക്സിൻ്റെ ഇൻ്റഗ്രൽ സെക്കൻഡ് ഇൻ്റഗ്രലാണ് എക്സിൻ്റെ, വൈയുടെ ലിമിറ്റ് ഫസ്റ്റ് ഇൻ്റഗ്രലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എക്സ് വാരി ചെയ്യണത് ഈ റീജിയൻ നോക്കിയാൽ മനസ്സിലാവും. എക്സ് വാരി ചെയ്യണത് 0 മുതൽ 1 വരെ. എക്സ് എപ്പോഴും 0 മുതൽ 1 വരെയാണ് വാരി ചെയ്യണത്. വൈ വാരി ചെയ്യണത് ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെ, അഥവാ താഴത്തെ ലൈൻ y ഈക്വൽ ടു 0 ആണ്. മുകളിലത്തെ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിച്ചാൽ മനസ്സിലാവും. ഈ ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ y വാരി ചെയ്യണത് y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു എക്സ്. എക്സ് വാരി ചെയ്യണത് 0 ടു 1. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് വാരി ചെയ്യണത് 0 ടു 1, വൈ വാരി ചെയ്യണത് y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി എക്സ് ഡി വൈ. ദാറ്റ് ഈക്വൽ ടു നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ലിമിറ്റിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കണം. ദെർഫോർ ഈ രണ്ട് ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡി എക്സും ഡി വൈയും കറസ്പോണ്ടിങ് ഇൻ്റർചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു 1 integral 0 to x 1 minus x square dy dx. ഓക്കെ, ഒന്നുകൂടി അത് റീറൈറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ 0 to x 1 minus x square dy dx ദാറ്റ് ഈക്വൽ ടു ഫസ്റ്റ് അകത്തുള്ള ഇൻ്റഗ്രൽ ഫസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 minus x square dy. നമുക്ക് മനസ്സിലാവും വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യണത്. ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റൻ്റായി ട്രീറ്റ് ചെയ്യാം. ബാക്കി d1ൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1 y അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 ടു എക്സ് ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 മൈനസ് എക്സ് സ്ക്വയർ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 0 ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 എക്സ് മൈനസ് x cube into dx. Simple integral, that is single integral. Therefore, x square by 2 minus x raised to 4 divided by 4. Upper limit to lower limit substitute ചെയ്ത് കഴിഞ്ഞാൽ 0 to 1 that equal to 1 by 2 minus 1 by 4 that equal to 1 by
4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, application of Green's theorem. Green's theorem, finding area using Green's theorem. ഓക്കെ, Green's theorem ഉപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഏരിയ ക്യാപിറ്റൽ എ ഈക്വൽ ടു 1/2 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ -y dx പ്ലസ് എക്സ് dy. ഇതാണ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ദാറ്റ് ഈസ് ഏരിയ എ ഈക്വൽ ടു 1/2 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ -y dx പ്ലസ് എക്സ് dy. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ 1. ഓക്കെ, യൂസ് എ ലൈൻ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് x² ഡിവൈഡ് ബൈ a² പ്ലസ് y² ഡിവൈഡ് ബൈ b² ഈക്വൽ ടു 1. നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ ഏരിയ എ ഈക്വൽ ടു 1/2 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ -y dx പ്ലസ് എക്സ് dy. തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എങ്ങനെ ലൈൻ ഇൻ്റഗ്രൽ ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എലിപ്സാണ് തന്നിട്ടുള്ളത്. ഈ എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു ബി സൈൻ ടി, വേർ ടി വാരി ചെയ്യുന്നത് 0 ≤ ടു ടി ≤ 2π. ഓക്കെ, ഇതാണ് എലിപ്സ്. ദാറ്റ് ഈസ് ടി വാരി ചെയ്യുന്നത് 0 to 2π, 0 to 2π വരെ ടി വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π -y, ദാറ്റ് ഈസ് -y, ദാറ്റ് ഈസ് -b sin t. നെക്സ്റ്റ് ഇവിടുന്ന് നമുക്ക് ഡി എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് dx ഡിവൈഡ് ബൈ ഡി ടി, dx ഡിവൈഡ് ബൈ ഡി ടി ഈക്വൽ ടു എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എ കോസ് ടിയുടെ ഡെറിവേറ്റീവ് -sin t, ദാറ്റ് ഈസ് -sin t. ഫ്രം ദിസ് ഡി ടി ഈക്വൽ ടു അല്ലെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു -a sin t dt. അതുപോലെ തന്നെ ഇവിടെ dy ഡിവൈഡ് ബൈ ഡി ടി ഈക്വൽ ടു ബി കോസ് ടി. ഫ്രം ദിസ് dy ഈക്വൽ ടു ബി കോസ് ടി ഡി ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ തന്നിട്ടുള്ള ലൈൻ ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -b sin t, y -y ആയിരുന്നു, ദാറ്റ് ഈസ് -b sin t. നെക്സ്റ്റ് dx, ദാറ്റ് ഈസ് dx -a sin t dt പ്ലസ് നെക്സ്റ്റ് പ്ലസ് എക്സ് a cos t. നെക്സ്റ്റ് dy ഈക്വൽ ടു b cos t dt. ദാറ്റ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ 0 to 2π ab sin square t പ്ലസ് ab cos square t ഇൻറ്റു ഡി ടി കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈക്വൽ ടു ഇവിടെ എ ബിയും പുറത്തേക്ക് എടുക്കാം, എ ബി ഡിവൈഡ് ബൈ 2, ബാക്കി ഇൻ്റഗ്രൽ 0 to 2π sin square t പ്ലസ് cos square t ഇൻറ്റു ഡി ടി. ദാറ്റ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ 2 sin square t plus cos square t, that is 1, that is integral 0 to 2π 1 into dt. That equal to ab divided by 2 upper limit integral, that is t verum, upper limit lower limit substitute കഴിഞ്ഞാൽ 2π. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ that equal to pi ab. ഓക്കെ, ഇതാണ് ഗ്രീൻസ് തിയറത്തിൻ്റെ സെക്കൻഡ് അപ്ലിക്കേഷൻ. എക്സാമ്പിൾ 2. യൂസ് ലൈൻ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദി ആസ്ട്രോയിഡ് എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് 5 വൈ ഈക്വൽ ടു എ സൈൻ ക്യൂബ് 5 വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഓക്കെ,
നമുക്ക് ഇക്വേഷൻ അറിയാം. ദറ്റ് ഈസ് എ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. നമുക്ക് ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ദെർഫോർ വൈ എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് ഫൈ. നമുക്കിവിടെ ഡി എക്സ് കണ്ടുപിടിക്കാനുണ്ട്. ദെർഫോർ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ഫൈ ദാറ്റ് ഈക്വൽ ടു 3a കോസ് സ്ക്വയർ ഫൈ. നെക്സ്റ്റ് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ. ദാറ്റ് ഇംപ്ലൈസ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് 3a കോസ് സ്ക്വയർ ഫൈ സൈൻ ഫൈ. അതുപോലെ തന്നെ ഡി വൈ ഡിവൈഡ് ബൈ ഡി ഫൈ ദാറ്റ് ഈക്വൽ ടു 3a സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് ഫൈ ദാറ്റ് ഈക്വൽ ടു ഡി വൈ ഈക്വൽ ടു 3a സൈൻ സ്ക്വയർ ഫൈ കോസ് ഫൈ ഇൻറ്റു ഡി ഫൈ. ഓക്കെ, നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് ഏരിയ എ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഫൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട് 0 to 2π. നെക്സ്റ്റ് മൈനസ് വൈ ദറ്റ് ഈസ് വൈ ഈക്വൽ ടു എ സൈൻ ക്യൂബ് ഫൈ ആയിരുന്നു. ദറ്റ് ഈസ് മൈനസ് എ സൈൻ ക്യൂബ് ഫൈ പ്ലസ് നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു minus y into dx that is minus 3a cos square phi sin phi. Next plus x equal to a cos cube phi. Next dy equal to 3a sin square phi cos phi into d phi. That equal to ഇവിടെ ഡി ഫൈയും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു നമ്മൾ ഇവിടെയും ഡി ഫൈ ഉണ്ട്. ദാറ്റ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ 0 to 2π. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് മൈനസ് പ്ലസ് ആയി 3a സ്ക്വയർ. നെക്സ്റ്റ് sin raised to 4 phi. Next cos square phi d phi. Next 3a square plus 3a square cos raised to 4, that is cos raised to 4 phi sin square phi d phi. That equal to 1/2 integral 0 to 2π. ഇവിടെ കോമൺ ടേംസിനെ നമ്മൾ പുറത്തേക്ക് എഴുതി. ദറ്റ് ഈസ് 3a സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് സ്ക്വയർ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ ഇൻറ്റു ഡി ഫൈ. ദാറ്റ് ഈക്വൽ ടു 1/2 3a സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാം ഇൻറ്റു 3a സ്ക്വയർ. ബാക്കിയുള്ളത് 0 to 2π സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ ഫൈ. നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു 1, ദെർഫോർ ഡി ഫൈ. ദാറ്റ് ഈക്വൽ ടു 3a സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻ്റഗ്രൽ 0 to 2π. നെക്സ്റ്റ് സൈൻ ഫൈ കോസ് ഫൈ ഓൾ സ്ക്വയർ ഡി ഫൈ. That equal to 3a square divided by 2 integral 0 to 2π sin phi cos phi whole square d phi. നമുക്കറിയാം sin 2 തീറ്റ അല്ലെങ്കിൽ sin 2 phi that equal to 2 cos phi sin phi. From this cos phi sin phi equal to sin 2π divided by 2. ഓക്കെ, അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെർഫോർ 3a സ്ക്വയർ ഡിവൈഡ് ബൈ 2
integral 0 to 2 pi sin 2 phi divided by 2 whole square d phi. That equal to 2 outside എടുക്കാം. That is 3a square by 2. 2 square വരുമ്പോൾ 1/4. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to 2 pi sin square 2 phi d phi. ഓക്കെ, വീണ്ടും നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ cos 2 phi ഈക്വൽ ടു 1 മൈനസ് 2 sin square തീറ്റ. നെക്സ്റ്റ് ഇവിടെ 2 വരുമ്പോൾ ഇവിടെയും 2 വരും. therefore from this 2 sin square phi equal to 1 minus cos 2 phi. That is sin square phi equal to 1 minus cos 2 phi divided by 2. Therefore sin square 2 phi that equal to 1 minus cos 4 phi divided by 2. Okay. Therefore 3a square divided by 8 integral 0 to 2 pi sin square that is 1 minus cos 4 phi divided by 2 into d theta. That equal to 3a square divided by 16. Next 1 minus that is theta phi minus next cos 4 phi that is equal to sin 4 phi divided by 4 upper limit and lower limit 0 to 2 pi. That equal to upper limit lower limit substitute ചെയ്ത് കഴിഞ്ഞാൽ upper limit that is 3a square divided by 16. Next upper limit substitute ചെയ്ത് കഴിഞ്ഞാൽ 2 pi minus next 0 minus lower limit 0 minus 0. Therefore 3a square divided by 16 into 2 pi. 2 cancel ചെയ്യാം. Therefore 3a square divided by 8 pi. ഇതാണ് ഗ്രീൻസ് തിയറി അഥവാ ഈ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.